ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രഞ്ജിത്ത് ശങ്കറിൻ്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രമാണല്ലോ ജയ് ഗണേഷ്. ചിത്രത്തിൻ്റെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് കടന്നപ്പോൾ ഞായറാഴ്ച കളക്ഷനിൽ വളരെ നല്ല വർധനവ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 10 ലക്ഷം 20 ലക്ഷം എന്നിങ്ങനെ കളക്ഷൻ നേടിയിരുന്ന ജയ് ഗണേഷ് ഞായറാഴ്ചയിൽ കേരളത്തിൽ നിന്ന് മാത്രം 30 ലക്ഷത്തോളം കളക്ഷൻ നേടിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെ കളക്ഷനിൽ വർധനവുണ്ടായാലും ചിത്രം ഇനി തിയേറ്ററിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. 15 കോടിയോളം ബഡ്ജറ്റുള്ള ജയ് ഗണേഷ് ഇതുവരെ വേൾഡ് വൈഡായി 4 കോടിക്ക് അടുത്ത് മാത്രമേ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ജയ് ഗണേഷിനെ കുറിച്ച് മോശം അഭിപ്രായം ഒന്നും തന്നെ ജനങ്ങൾ പറയുന്നില്ല. ഒരുപക്ഷെ വളരെ ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുടെ കൂടെ റിലീസ് ചെയ്തതുകൊണ്ടായിരിക്കും ഈ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. ഈ ചിത്രത്തിൻ്റെ പേരെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണ മലയാള ചലച്ചിത്രങ്ങളുടെ പേരിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു പേരാണ് വർഷങ്ങൾക്ക് ശേഷം. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ വർഷങ്ങൾക്ക് ശേഷം ഇതാ 100 കോടി എന്ന ആ ഒരു വലിയ വിജയത്തിലേക്ക് ഓടിയെടുക്കുകയാണ്. ചിത്രത്തിൻ്റെ രണ്ടാം ഞായറാഴ്ച ഇതാ കളക്ഷനിൽ വലിയ മികവ് തന്നെയാണ് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ 11 ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 2.5 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 28 കോടി മറികടന്നിരിക്കുകയാണ്. വേൾഡ് വൈഡായി 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 70 കോടി മറികടന്നിരിക്കുകയുമാണ്. ചിത്രം റിലീസായി 11 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 70 കോടി നേടിയെങ്കിൽ ചിത്രം ഇനി ഒരു 10 ദിവസങ്ങൾ കൂടി പിന്നിട്ടാൽ 100 കോടി ക്ലബിൽ കയറുമെന്നതിന് ഒരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു വലിയ റെക്കോർഡ് തന്നെയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും ചിത്രത്തിന് 100 കോടി ക്ലബിൽ ഇടം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണല്ലോ ആവേശം. ഇതാ തിയേറ്ററുകളിൽ ഒരു ആവേശം തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ 11 ദിവസം പിന്നിട്ടപ്പോൾ ഇതാ 90 കോടിയിലേക്ക് കളക്ഷൻ എടുക്കുകയാണ്. 89 കോടിയോളമാണ് ആവേശം 11 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം രണ്ടാം ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം ഇതാ 4.5 കോടിയോളം കളക്ഷൻ നേടിയിരിക്കുകയുമാണ്. 11 ദിവസങ്ങൾ കൊണ്ട് ചിത്രം ഏകദേശം 89 കോടിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ആവേശം 100 കോടി ക്ലബിൽ ഇടം നേടുമെന്നതിന് ഒരു സംശയവും വേണ്ട. ഫഹദ് ഫാസിലിൻ്റെ 100 കോടി ചിത്രമായി മാറുകയാണ് അങ്ങനെ ആവേശം. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.